بسم الله الرحمن الرحيم الحمد لله رب العالمين الذي علم بالقلم علم الإنسان ما لم يعلم. ബഹുമാനമുള്ള സഹോദരി സഹോദരന്മാരെ, വ്യത്യസ്ത രൂപത്തിലുള്ള ദൈവസങ്കല്പങ്ങൾ നമ്മൾ കേട്ടതാണ്, നമുക്കറിയാവുന്നതാണ്. അങ്ങനെയുള്ള ചില ദൈവസങ്കല്പങ്ങളെ കുറിച്ചുള്ള ചെറിയൊരു പഠനമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കാനും അതനുസരിച്ച് മുന്നോട്ട് പോകാനും നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പല രൂപത്തിലുള്ള ദൈവസങ്കല്പങ്ങൾ നിറഞ്ഞൊരു നാടും കൂടെയാണ് നമ്മളിത്. അപ്പൊ ഏത് ദൈവസങ്കല്പമാണ് കുറേം കൂടെ ലോജിക്കൽ എന്നുള്ളൊരു സത്യാന്വേഷണം കൂടെയാണ് ഈ ഒരു യാത്ര. ദൈവം, ഗോഡ്, ഇത് മനുഷ്യന്റെ ഉൽപ്പത്തി മുതൽ മനുഷ്യൻ ചിന്തിച്ചു കൊണ്ടിരിക്കുകയും ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്യുന്ന വലിയൊരു സങ്കല്പം തന്നെയാണ് ദൈവം എന്നുള്ളത്. അരിസ്റ്റോട്ടിലിനെ പോലെയുള്ള, തോമസ് ഒക്കീനസിനെ പോലെയുള്ള, ഇമാം ഒസാലിയെ പോലെയുള്ള ആളുകൾ ദൈവത്തെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് എ നെസസറി എറ്റേണൽ സെൽഫ് എക്സിസ്റ്റന്റ് ബീയിങ് ഹു ഈസ് ദ അൾട്ടിമേറ്റ് കോസ് ഓഫ് ഓൾ റിയാലിറ്റി. നമ്മൾ കാണുന്ന എല്ലാ യാഥാർത്ഥ്യങ്ങളുടെയും ആത്യന്തികമായ കാരണം എന്ന് പറയുന്നത് നിർബന്ധമായും എക്സിസ്റ്റ് ചെയ്യേണ്ട, സ്വന്തമായി എക്സിസ്റ്റ് ചെയ്യുന്ന, നശിക്കാത്ത എറ്റേണൽ ആയിട്ടുള്ള ഒരു ബീയിങ്ങിനെയാണ് ദൈവമെന്ന് ഇങ്ങനെയുള്ള ചിന്തകർ എന്ത് ചെയ്തിട്ട് മുന്നോട്ട് വെച്ചത്. ഇങ്ങനെയുള്ള ചിന്തകരെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ഈ ഒരു ഡെഫിനിഷനാണ്. ഏതായാലും ചില കൾച്ചറുകളിലും അതുപോലെ തന്നെ മതങ്ങളിലും ഒക്കെ ദൈവത്തെ പല രൂപത്തിൽ വ്യാഖ്യാനിക്കുകയും പല രൂപത്തിൽ ആ ദൈവത്തിന്റെ ക്രൈറ്റീരിയകൾ നമുക്ക് പറഞ്ഞു നൽകുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ചില ക്രൈറ്റീരിയകൾ നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. ദ സുപ്രീം ഓർ അൾട്ടിമേറ്റ് റിയാലിറ്റി, ആത്യന്തികമായ യാഥാർത്ഥ്യമാണ് ദൈവം. ഓംനിപൊട്ടന്റ് ആണ്, പവർഫുൾ ആണ്, ഓൾ പവർഫുൾ ആണ്, അതിശക്തനാണ് ദൈവം. അതുപോലെ തന്നെ ഓംനിസിയന്റ് ആണ്, ഓൾ നോയിങ് ആണ്, എല്ലാം അറിയുന്നവനാണ്, എല്ലാം കേൾക്കുന്നവനാണ്, എല്ലാം കാണുന്നവനാണ്. ആ രൂപത്തിൽ ദൈവത്തെ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഓംനി പ്രസന്റ്, ഓൾ പ്രസന്റ്, എല്ലായിടത്തും ഉണ്ട് ദൈവം, എല്ലായിടത്തുമുണ്ട് ദൈവം എന്നുള്ളൊരു സങ്കല്പവും ദൈവിക സങ്കല്പങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ഓംനിബെലവന്റ്, ഓൾ ഗുഡ്, എല്ലാ നന്മയുടെയും ഉടയ തമ്പുരാൻ, എല്ലാ നന്മകളും നൽകുന്നവൻ എന്നുള്ള അർത്ഥത്തിലൊക്കെ ദൈവത്തെ പണ്ട് മുതലേ മനുഷ്യൻ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. ബീയിങ് ഔട്ട്സൈഡ് ദ നേച്ചർ, നമ്മുടെ ഈ പ്രപഞ്ചത്തിന് പുറത്താണ് ദൈവം. നമ്മൾ കാണുന്ന ഈ ലോകം, നമ്മൾ അനുഭവിക്കുന്ന ലോകം, നമ്മൾ കേൾക്കുന്ന ലോകം, ആ ലോകത്തിൻ്റെ ഒക്കെ അപ്പുറമുള്ള ഒരു സൃഷ്ടാവ്, ആ സൃഷ്ടാവിനെയാണ് ദൈവമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. ബീയിങ് ഔട്ട്സൈഡ് ദ നേച്ചർ, മെറ്റീരിയൽ വേൾഡിന്, മാറ്ററിന് അതീതനായ ഒന്നായിട്ടാണ് ദൈവത്തെ അവർ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നത്. ക്രിയേറ്ററാണ്, സൃഷ്ടാവാണ്, എല്ലാ വസ്തുക്കളെയും സൃഷ്ടിച്ചത് അവനാണ്. എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ച, ഈ ലോകത്തെ മൊത്തം സൃഷ്ടിച്ച ഒരു സൃഷ്ടാവ്, ആ സൃഷ്ടാവിനെ ദൈവമെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. ദ ബീങ് പെർഫെക്റ്റ് ഇൻ വിസ്ഡം ആൻഡ് പവർ, അല്ലെ, വിസ്ഡത്തിലും അതുപോലെ തന്നെ പവറിലുമൊക്കെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒന്നായിട്ട് ഒരു സത്തയെ, ഒരു ഉണ്മയെ ദൈവമായിട്ട് കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ദ വൺ ടു ബി വേർഷിപ്ഡ്, ആരാധനക്കർഹനായി ആരുണ്ടോ അവരാണ് ദൈവം, അല്ലെങ്കിൽ ആരാധിക്കപ്പെടാൻ അർഹതയുള്ളവനാരോ അവനാണ് ദൈവം എന്നുള്ള ഒരു കൺസെപ്റ്റും ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതുപോലെ ടോട്ടലി ഡിഫറെന്റ് ഫ്രം ഓൾ ഓഫ് ഹിസ് ക്രിയേഷൻ, സൃഷ്ടികളിൽ നിന്ന് പൂർണ്ണമായും വ്യത്യസ്തനായ ഒരു സൃഷ്ടാവ്, ആ സൃഷ്ടാവിനെയായിരുന്നു ദൈവമായിട്ട് മനസ്സിലാക്കിയിരുന്നത്. ഇത് മനുഷ്യന്റെ ഉൽപ്പത്തി മുതൽ പല രൂപത്തിലുള്ള കൾച്ചറുകളിലും അതുപോലെ തന്നെ അവന്റെ മനസ്സിൽ നിന്ന് ഉൾത്തിരിഞ്ഞു വന്നിട്ടുള്ള കുറെ കൺസെപ്റ്റുകൾ, ഈ കൺസെപ്റ്റുകളൊക്കെ ദൈവത്തെ സൂചിപ്പിക്കുന്നത് ഈ രൂപത്തിലുള്ള ഡെഫിനിഷനുകൾ നൽകിയിട്ടാണ്. ഓക്കെ, അപ്പം എന്താണ് ഈ ലോകത്ത് ഉള്ള ദൈവിക സങ്കല്പം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നാൽ ചില കൺസെപ്റ്റുകൾ എല്ലാത്തിനെയും ദൈവമായിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. ബീയിങ് ഇൻ നേച്ചർ,
നാച്ചുറലുള്ള ഒരു വസ്തുവായിട്ട്, ഈ പ്രപഞ്ചത്തിന്റെ ഉള്ളിലുള്ള ഒരു വസ്തുവായിട്ട് ദൈവത്തെ മനസ്സിലാക്കുന്നവരുണ്ട്. ആണും പെണ്ണുമായിട്ട് ദൈവത്തെ മനസ്സിലാക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ പിന്നെ തന്നെക്കാളും പ്രൊമിനന്റ് ആയിട്ടുള്ള വസ്തുവിനെ ആരാധിക്കുന്നവരുണ്ട്. ഇപ്പൊ സൂര്യനെയും ചന്ദ്രനെയും അങ്ങനെ തുടങ്ങിയുള്ള വസ്തുക്കൾ ആരാധിക്കാം എന്ന് വിശ്വസിക്കുന്ന ഒരു ദൈവിക സങ്കല്പം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ റിവർ, മൗണ്ടെയിൻ, സണ്ണ്, മൂണ്, കൗ എക്സെട്ര ഇങ്ങനെ തുടങ്ങി ഏതൊരു വസ്തുവിനെയും ആരാധിക്കുന്ന ഒരു ഐഡിയോളജിയും നമുക്ക് ചുറ്റുമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പം എങ്ങനെയാണ് നമ്മൾ ഈ തീയിസത്തെ മൊത്തത്തിൽ ഒരു മനസ്സിലാക്കാൻ ഒരു ശ്രമം നമ്മൾ ഏത് രൂപത്തിൽ കൊണ്ടുപോകണം എന്ന് നമ്മൾ ആദ്യം അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതുണ്ട്. ഒന്നാമത്തേത് തീയിസമാണ്. തീയിസം is broadly defined as the belief in the existence of a supreme being. എന്താണ് തീയിസം പറയുന്നത്? ദൈവവിശ്വാസം അല്ലെ? തീയിസത്തിന്റെ മലയാള അർത്ഥം നമ്മൾ പറയുകയാണെങ്കിൽ ദൈവവിശ്വാസം, ഈശ്വരവാദം പിന്നെ തുടങ്ങിയിട്ടുള്ള പിന്നെ അർത്ഥം നമുക്ക് നൽകാം. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഒരു ദൈവമുണ്ട്, അല്ലെങ്കിൽ ഒന്നിലധികം ദൈവങ്ങൾ ഉണ്ട് എന്ന വിശ്വാസമാണ് ശരിക്കും തീയിസം. അതിന്റെ പിന്നെ ഉൾപിരിവുകൾ ഉണ്ട്, പിന്നെ കുറെ കാറ്റഗറീസ് ഉണ്ട്, നമ്മളത് പിന്നീട് വിശദീകരിക്കാം. ഈ തീയിസം എന്നുള്ള വേർഡ് വന്നിട്ടുള്ളത് ഗ്രീക്ക് പദത്തിൽ നിന്നാണ്. തിയോസ് ഓർ തിയോ എന്ന് പറയുന്ന ഗോഡ് ഓർ ഗോഡ്സ് എന്നുള്ള ഒരു പദത്തിൽ നിന്നാണ് തീയിസം എന്നുള്ള വേർഡ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ആ വേർഡ് കോയിൻ ചെയ്തിട്ടുള്ളത്. ഇറ്റ് വാസ് ഫസ്റ്റ് യൂസ്ഡ് ബൈ റാൽഫ് കഡ്വർത്ത്. ഓക്കെ, അപ്പം ഈ ഒരു പിന്നെ കൺസെപ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഏത്തീസം എന്ന് പറഞ്ഞാലോ ഈസ് കോമൺലി നോൺ അക്സെപ്റ്റൻസ് ഓർ റിജക്ഷൻ ഓഫ് ബിലീഫ് ഇൻ ഗോഡ് ഓർ ഗോഡ്സ്. ദൈവത്തിലോ അല്ലെങ്കിൽ ദൈവിക സങ്കല്പങ്ങളിലോ പൂർണ്ണമായിട്ട് അതിനെ നിരാകരിക്കുന്നവരാണ് എത്തീസം അല്ലെങ്കിൽ എത്തീസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഏത്തീസം എന്നുള്ളത് എന്താണ്? ദൈവങ്ങളുടെയോ ദൈവത്തിന്റെയോ അസ്തിത്വത്തിലുള്ള വിശ്വാസത്തിന്റെ അഭാവമാണ് യഥാർത്ഥത്തിൽ എന്ത്? നിരീശ്വരവാദം. ദൈവമില്ല അല്ലെങ്കിൽ ആ ഒരു കൺസെപ്റ്റ് കീപ്പ് ചെയ്യുന്നവരെയാണ് നമ്മൾ എത്തീസം എന്ന് പറയുന്നത്. അങ്ങനെ കീപ്പ് ചെയ്യുന്ന ആളുകളെ എത്തീസ്റ്റും എന്നും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? പറയാറുണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ കുറെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി ഞാൻ പറഞ്ഞു വ്യത്യസ്ത ദൈവിക സങ്കല്പങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അപ്പൊ ഏതൊക്കെ ദൈവിക സങ്കല്പങ്ങളാണ് ഉള്ളത്? ഒന്ന് നമ്മൾ പറഞ്ഞു തീയിസവും എത്തീസവുമാണ്. ദൈവമുണ്ട് അല്ലെങ്കിൽ ദൈവങ്ങളുണ്ട് എന്നുള്ള ഒരു സങ്കല്പം. രണ്ട്, ദൈവമേ ഇല്ല എന്നുള്ള ഒരു സങ്കല്പം. ഓക്കെ അല്ലെ? ഇനി ദൈവമുണ്ട് എന്ന് പറയുന്ന സങ്കല്പത്തിൽ തന്നെ കുറെ കാറ്റഗറീസ് അല്ലെങ്കിൽ വ്യത്യസ്ത ടൈപ്പുകൾ നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ഹീനോതീസം ആണ്. എന്താണ് ഹീനോതീസം? മോർ ദാൻ വൺ ഡയറ്റി ബട്ട് ഓൺലി വൺ ഓഫ് ദം ഈസ് വർഷിപ്പ്. എന്താണ്? ഒന്നിലധികം ദൈവങ്ങളുണ്ട്. ഓക്കെ, ഒന്നിലധികം ദൈവങ്ങളുണ്ട്, അതിൽ വിശ്വസിക്കുന്നുണ്ട്, എന്നാൽ ഒരു പ്രധാനപ്പെട്ട ദൈവത്തെ മാത്രം ആരാധിക്കുന്നു എന്നുള്ളൊരു വിശ്വാസമാണ്. ക്ലിയർ അല്ലേ? ഓക്കെ, രണ്ടാമത്തെ കെത്തനോതീസം ആണ്. എന്താണ് കെത്തനോതീസം? ഓക്കെ, കെത്തനോതീസം എന്നുള്ളത് മോർ ദാൻ വൺ ഡയറ്റി ബട്ട് ഓൺലി വൺ ഡയറ്റി ഈസ് വർഷിപ്ഡ് അറ്റ് എ ടൈം. ഒന്നിൽ കൂടുതൽ പിന്നെ ആരാധ്യ വസ്തുക്കളുണ്ട്, ഒന്നിൽ കൂടുതൽ ദൈവമുണ്ട് അല്ലെങ്കിൽ ദൈവങ്ങളുണ്ട്, എന്നാൽ ഒന്നിനെ മാത്രം ഒരു സമയം എന്ത് ചെയ്യുന്നു? വർഷിപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് കെത്തനോതീസം മുന്നോട്ട് വെക്കുന്നത്. നെക്സ്റ്റ് വൺ പിന്നെ മൊണാൽട്രിസം. ഓക്കെ, മോർ ദാൻ വൺ ഡയറ്റി ബട്ട് ദാറ്റ് ഓൺലി വൺ ഈസ് വർത്തി ഓഫ് ബീങ് വർഷിപ്ഡ്. എന്താണ്? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നെ മറ്റ് ദൈവങ്ങൾ ഉണ്ട് എന്ന് അംഗീകരിക്കുന്നു, പക്ഷേ ഒരു ദൈവത്തിനെ മാത്രം എന്ത് ചെയ്യുന്നു? ആരാധിക്കുകയും വണങ്ങുകയും ചെയ്യുന്ന ഒരു വിശ്വാസ രീതിയാണ് ശരിക്കും മൊണാലിറ്റിസം. ഒന്നിൽ കൂടുതൽ ദൈവങ്ങളുണ്ട്, പക്ഷെ ഒന്നിനെ മാത്രമേ ആരാധിച്ചിട്ട് കാര്യമുള്ളൂ എന്നുള്ളതാണ് മൊണാലിറ്റിസം മുന്നോട്ട് വെക്കുന്നത്. ക്ലിയർ ആണല്ലോ? പാൻതീയിസം. ഓക്കെ, ജസ്റ്റ് മനസ്സിലാക്കി പോയാൽ മതി നമ്മൾ ഇതിന്. പിന്നെ പാൻതീയിസത്തിന് ശരിക്കും സർവേശ്വരവാദം എന്നോ ഒക്കെ നമ്മൾ പറയാറുണ്ട്, അല്ലെങ്കിൽ അദ്വൈതവാദം എന്നും മലയാളത്തിൽ എന്ത് ചെയ്യും? പറയാറുണ്ട്. ഓക്കെ, അത് പ്രധാനമായിട്ട് ഇവർ മുന്നോട്ട് വെക്കുന്നത് പിന്നെ ദൈവം പ്രപഞ്ചത്തിന് പുറത്തുള്ള ഒരാളല്ല. ഓക്കെ, എന്നാൽ പ്രപഞ്ചം തന്നെയാണ് ദൈവം. ഇത് അവരുടെ ഒരു വാദമാണ്. രണ്ടാമത് സൃഷ്ടാവും സൃഷ്ടിയും ഒന്നാണ്. അങ്ങനെ ക്രിയേഷൻസും ക്രിയേറ്ററും വ്യത്യസ്തരല്ല, രണ്ടും ഒന്നാണ് എന്നുള്ള വാദം. പ്രകൃതി, പ്രപഞ്ചം, ദൈവം എന്നിവയെല്ലാം ഒരേ യാഥാർത്ഥ്യത്തിന്റെ വ്യത്യസ്ത രൂപങ്ങളായിട്ടാണ് ഇവരെന്ത് ചെയ്യുന്നത്? കണക്കാക്കുന്നത്. ക്ലിയർ ആണല്ലോ?
അപ്പൊ അതിൽ ഏറ്റവും ഹിന്ദു ഫിലോസഫിയിലെ അദ്വൈത വേദാന്ത അല്ലെങ്കിൽ ആ കാര്യം ഉണ്ടല്ലോ, അദ്വൈതം, അത് ഹിന്ദു ഫിലോസഫിയിലെ ആ ഒരു ഐഡിയ ആണ് നമുക്ക് പാൻതീസിയത്തിന് എക്സാമ്പിൾ ആയിട്ട് പറയാൻ വേണ്ടി പറ്റുക. ക്ലിയർ ആണല്ലോ. പിന്നെ പാനന്തീസം, നെക്സ്റ്റ് ഈസ് പാനന്തീസം. പിന്നെ ഇത് വളരെ നമ്മൾ രസകരമായിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. നമ്മളൊന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കണം. പാനന്തീസം അനുസരിച്ച് ദൈവം പ്രപഞ്ചത്തിന് അതീതനാണ്. ഓക്കെ, അതായത് പ്രപഞ്ചത്തെക്കാൾ എന്താണ് വലിയവനാണ് ദൈവം. അതേസമയം എന്താണ്, ദൈവം പ്രപഞ്ചത്തിനുള്ളിലും നിലകൊള്ളുന്നു. ഇതാണ് പിന്നെ പാനന്തീസം മുന്നോട്ട് വെക്കുന്നത്. ക്ലിയർ ആണല്ലോ. എന്താണ്, ദൈവം പ്രപഞ്ചത്തിന് അതീതനാണ്, എന്നാൽ അതേ സമയം എന്ത് ചെയ്യുന്നുണ്ട്, ദൈവം പ്രപഞ്ചത്തിനുള്ളിലും നിലകൊള്ളുന്നു എന്നുള്ള ഒരു കൺസെപ്റ്റ് ആണ് അവർ മുന്നോട്ട് വെക്കുന്നത്. ഓക്കെ, അതിൽ പ്രധാനപ്പെട്ട ഇനിയും കുറെ ടൈപ്പുകളുണ്ട്. എന്നാൽ പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട രണ്ട് പ്രധാനപ്പെട്ട തീസത്തിന്റെ കൺസെപ്റ്റുകളാണ് മോണോതീസവും പോളിതീസവും. നമുക്കറിയാം, മോണോതീസം എന്ന് പറഞ്ഞാൽ ബിലീഫ് ഇൻ ഓൺലി വൺ ഗോഡ്, ഒരു ദൈവത്തിൽ മാത്രം എന്ത് ചെയ്യുന്നു, വിശ്വസിക്കുന്നു, അല്ലെ? പോളിതീസം ബിലീഫ് ഇൻ മൾട്ടിപ്പിൾ ഗോഡ്, ഒന്നിലധികം ദൈവങ്ങളിൽ വിശ്വസിക്കുന്നു. ദ വൺ ഗോഡ് ഈസ് ഓൾ പവർഫുൾ. മോണോതീസത്തിൽ ഒരു ദൈവം, ഏകദൈവം എന്താണ്, പൂർണ്ണാർത്ഥത്തിൽ എന്താണ്, പവർഫുൾ ആണ്. എന്നാൽ പോളിതീസത്തിൽ ഓരോ ദൈവത്തിനും ഓരോ ലിമിറ്റഡ് പവർ ആണുള്ളത്, ഓരോ ദൈവത്തിനും ഓരോ പവറുകളാണുള്ളത്. ക്രിയേറ്റർ, ദ ബീം പെർഫെക്റ്റ് ഇൻ വിസ്ഡം പവർ, സൃഷ്ടാവ്, വിസ്ഡത്തിൽ പിന്നെ പെർഫെക്റ്റ് ആയവൻ, എല്ലാ പവറുമുള്ളവൻ, ഒക്കെ മോണോതീസത്തിൽ. എന്നാലോ പോളിതീസത്തിൽ പിന്നെ വ്യത്യസ്ത ദൈവങ്ങൾ, വ്യത്യസ്ത പേഴ്സണ്, മഴ പെയ്യിപ്പിക്കാൻ ഒരു ദൈവം, ജീവൻ നൽകാനും മറ്റൊരു ദൈവം, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കൺസെപ്റ്റാണ് പോളിതീസം. ബഹുദൈവ വിശ്വാസവും അതുപോലെ തന്നെ നമ്മൾ പിന്നെ ഏകദൈവ വിശ്വാസവും. ഓക്കെ, മോണോതീസം എന്ന് പറഞ്ഞാൽ ഏകദൈവ വിശ്വാസം, പോളിതീസം എന്ന് പറഞ്ഞാൽ ബഹുദൈവ വിശ്വാസം. ദ വൺ ഓൺലി ടു ബി വേർഷിപ്ഡ്. മോണോതീസത്തെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണ്, ദ വൺ ഓൺലി ടു ബി വേർഷിപ്ഡ്, ആരാധിക്കപ്പെടാൻ ഒരാൾ മാത്രമേ അർഹതയുള്ളവനായിട്ടുള്ളൂ. എന്നാൽ പോളിതീസോ, ദേ വർഷിപ്പ് ഗോഡ്സ് അക്കോർഡിംഗ് ടു നീഡ്സ്, ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി പല രൂപത്തിലുള്ള പിന്നെ ദൈവാരാധന നടത്തുന്നവരാണ് ബഹുദൈവ വിശ്വാസികൾ. ഓക്കെ, മോണോതീസത്തിൽ നമുക്ക് കട്ടൻട്രി ആയിട്ട് പറയാൻ പറ്റുന്നത്, ഉറപ്പായിട്ട് പറയാൻ പറ്റുന്ന ഒരു വിശ്വാസം ഇസ്ലാമാണ്. അതോടൊപ്പം തന്നെ ജൂതായിസവും നമുക്ക് ഇങ്ങോട്ട് വെക്കാം. ഓക്കെ, ജൂതായിസം ശരിക്ക് മോണോതീസത്തിൽ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഓക്കെ, പോളിതീസം അല്ല, ജൂതായിസം വിൽ ബീൻ മോണോതീസം. അതേസമയം ക്രിസ്ത്യാനിറ്റിയെ സാധാരണ മോണോതീസം എന്ന് ക്ലാസിഫൈ ചെയ്യാറുണ്ടെങ്കിലും ത്രിത്വം, ട്രിനിറ്റി എന്ന് പറയുന്ന ഒരു വാദം ഉള്ളത് കൊണ്ട് അത് പോളിതീസത്തിൽ വെക്കാനാണ് നമുക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ക്രിസ്ത്യാനിറ്റിയെ പോളിതീസത്തിലേക്ക് നമ്മൾ വെച്ചിട്ടുള്ളത്. ഓക്കെ അല്ലേ? അപ്പോൾ പിന്നെ മോണോതീസത്തിന് എക്സാമ്പിൾ ഇസ്ലാമും ജൂതായിസും നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ മോണോതീസം ഒറ്റ ദൈവമാണ്. എന്നാലോ പോളിതീസം ഈ കാണുന്ന പോലെ വ്യത്യസ്ത ദൈവങ്ങൾ, വ്യത്യസ്ത ദൈവിക സങ്കല്പങ്ങൾ, മഴ പെയ്യിപ്പിക്കുന്ന ഒരു ദൈവം, അതുപോലെ തന്നെ ആകാശത്തിന് മറ്റൊരു ദൈവം, സൂര്യൻ വേറൊരു ദൈവം, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ദൈവിക സങ്കല്പങ്ങളുടെ ഒരു ലോകമാണ് ശരിക്കും പോളിതീസം. ഓക്കെ, ഇനി കുറച്ചും കൂടെ നമുക്ക് ടൈപ്പ് ഓഫ് തീസം പഠിക്കാണ്ട് യൂതീസം ആണ്. ഓക്കെ, യൂതീസം പിന്നെ ഈസ് ദ ബിലീഫ് ദാറ്റ് എ ഡയറ്റി ഈസ് വോളി ബിനവലന്റ്. എന്താണ് അവിടെ പറഞ്ഞത്? ദൈവം പൂർണ്ണമായും കാരുണ്യവാനും നീതിമാനുമാണ് എന്നുള്ളൊരു വിശ്വാസമാണ് യൂതീസം. അതേസമയം ഡൈതീസം പറയുന്നത് എന്താണ്? ഈസ് ദ ബിലീഫ് ദാറ്റ് എ ഡയറ്റി ഈസ് നോട്ട് വോളി ഗുഡ് ആൻഡ് ഈസ് പോസിബിളി ഇവിൽ. അതായത് ദൈവം തിന്മയുള്ളവനോ അല്ലെങ്കിൽ ദുഷ്ടനോ ആണ്. പൂർണ്ണമായിട്ട് ദൈവം എന്തല്ല, പിന്നെ നന്മ മാത്രം നൽകുന്ന ഒന്നല്ല, നീതിമാൻ മാത്രമല്ല, അതേസമയം പിന്നെ തിന്മയുള്ളവനോ അല്ലെങ്കിൽ ദുഷ്ടനോ ആണ് എന്നുള്ളൊരു കൺസെപ്റ്റാണ് പിന്നെ ഡൈതീസം പറയുന്നത്. നെക്സ്റ്റ് ഈസ് മാൽതീസം. ഓക്കെ, മാൽതീസം ദൈവം ദുഷ്ടനാണ്, അല്ലെങ്കിൽ നമുക്ക് പറയാം ദൈവം തിന്മയുള്ളവനാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു സൈദ്ധാന്തികമായിട്ടുള്ള ഒരു നിലപാടാണ് ശരിക്കും മാൽതീസം മുന്നോട്ട് വെക്കുന്നത്. നെക്സ്റ്റ് ഈസ് മിസോതീസം. ഓക്കെ, മിസോതീസം ദൈവത്തോടുള്ള വെറുപ്പ്, അല്ലെങ്കിൽ നമുക്ക് പിന്നെ ദൈവത്തോടുള്ള നിന്ന, എതിർപ്പ് എന്നൊക്കെ നമുക്ക് പറയാം. മോണോതീസം മീൻസ് ആക്റ്റീവ് ഹാട്രഡ് ഫോർ ഗോഡ് ഓർ ഗോഡ്സ്, ദൈവത്തോടുള്ള വിദ്വേഷം, ആ രൂപത്തിലൊക്കെ നമുക്ക് അതിനെ കുറിച്ച് എന്ത് ചെയ്യാം, വ്യാഖ്യാനിക്കാൻ വേണ്ടി പറ്റും. ഈഗോതീസം,
ഓർ ഓട്ടോതീസം. ഓക്കെ, ഈഗോതീസം അല്ലെങ്കിൽ ഓട്ടോതീസം എന്ന് പറയുന്നത് അവനെ തന്നെ ദൈവമായി കരുതുന്ന ഒരു അവസ്ഥ. അങ്ങനെ സ്വന്തം ഞാൻ തന്നെയാണ് ദൈവം എന്നുള്ളതാണ് ശരിക്കും ഈ ഈഗോതീസം മുന്നോട്ട് വെക്കുന്നത്. ആത്മദൈവത്വം അല്ലെങ്കിൽ അഹംഭാവം എന്നൊക്കെ നമുക്ക് അതിനെ കുറിച്ച് വേണമെങ്കിൽ പറയാം. അഹം ബ്രഹ്മാസ്മി, ഞാൻ തന്നെയാണ് സൃഷ്ടാവ്, ഞാൻ തന്നെയാണ് ദൈവം എന്നുള്ള ഒരു കൺസെപ്റ്റ് ആണ്. ഓക്കെ, ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊന്നാണ് ഡീയിസം എന്നുള്ള ഒരു കൺസെപ്റ്റ്. ഓക്കെ, ഡീയിസം എന്നുള്ള ഒരു കൺസെപ്റ്റ്. അപ്പോൾ എന്താണ് ഡീയിസം എന്നുള്ളത് അറിഞ്ഞാൽ അതിൻ്റെ ടൈപ്പുകൾ നമുക്ക് മനസ്സിലാക്കാൻ ഒന്നുകൂടി എളുപ്പമായിരിക്കും. ഡീയിസം പറയുന്നത് യുക്തിയിലൂടെയും പ്രകൃതി നിരീക്ഷണത്തിലൂടെയും ദൈവത്തെ മനസ്സിലാക്കാമെന്നും, ഓക്കെ, എന്നാൽ വിശുദ്ധ ഗ്രന്ഥങ്ങളിലോ അത്ഭുതങ്ങളിലോ വിശ്വസിക്കാത്തതുമായ ഒരു ചിന്താധാരയാണ് ഡീയിസം. ക്ലിയർ അല്ലേ? എന്താണ് ഇവിടെ പറയുന്നത്? മിറാക്കിളിൽ വിശ്വസിക്കുന്നില്ല, അതോടൊപ്പം തന്നെ ദൈവഗ്രന്ഥങ്ങൾ എന്ത് ചെയ്യൂല, ഇറക്കൂല എന്നുള്ളൊക്കെ കൺസെപ്റ്റ്. എന്നാൽ പ്രകൃതിപരമായിട്ടുള്ള ഇടപെടലിലൂടെ അതുപോലെ പ്രകൃതിപരമായിട്ടുള്ള പ്രതിഭാസങ്ങളിലൂടെ ദൈവത്തെ മനസ്സിലാക്കാം. എന്നാൽ അതിന്റെ പുറമെ ദൈവികമായിട്ടുള്ള യാതൊരു ഗ്രന്ഥങ്ങളുടെയും ശ്രുതികളുടെയും സ്മൃതികളുടെയും ഒക്കെ ആവശ്യമില്ലാത്തതാണ് എന്നാണ് ഡീയിസം മുന്നോട്ട് വെക്കുന്നത്. ഓക്കെ, പാൻഡെയിസം എന്നത് എന്താണ്? പ്രപഞ്ചം തന്നെയാണ് ദൈവം. ഓക്കെ, പ്രപഞ്ചം തന്നെയാണ് ദൈവം എന്നുള്ളതാണ് ഈ പാൻഡെയിസം മുന്നോട്ട് വെക്കുന്നത്. അതായത് ദൈവം എന്ത് ചെയ്തു അറിയോ? പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു, എന്നിട്ട് ദൈവം അതിൽ അലിഞ്ഞു ചേർന്നു എന്നുള്ളൊരു സിദ്ധാന്താണ് ശരിക്കും പാൻഡെയിസം. ഓക്കെ, പാൻഡെയിസം മുന്നോട്ട് വെക്കുന്നത്. ഓക്കെ അല്ലെ? നെക്സ്റ്റ് ഈസ് പോളിഡീസം. പോളിഡീസം, ദ ബിലീഫ് ദാറ്റ് മൾട്ടിപ്പിൾ ഗോഡ്സ് എക്സിസ്റ്റ് ബട്ട് ഡു നോട്ട് ഇന്റർവെയിൻ ഇൻ ദ യൂണിവേഴ്സ്. ഒന്നിൽ കൂടുതൽ ദൈവങ്ങളുണ്ട്, പക്ഷെ യൂണിവേഴ്സിന്റെ പ്രപഞ്ചത്തിന്റെ ഒരു കാര്യത്തിലും എന്ത് ചെയ്യുന്നില്ല, ഇടപെടുന്നില്ല. അതൊന്നും ഇല്ലാത്ത ഒരവസ്ഥയാണ് പോളിഡീസം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞ തീസത്തെ കുറിച്ച് പറഞ്ഞു, എത്തീസത്തെ കുറിച്ച് പറഞ്ഞു, ഡീസത്തെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഒന്ന് ബ്രീഫ് ആക്കുകയാണ് നമ്മൾ. ഡീസം ഇസ് ദ ബിലീഫ് ഇൻ ദ എക്സിസ്റ്റൻസ് ഓഫ് സുപ്രീം ബീങ്, സ്പെഷ്യലി ഓഫ് എ ക്രിയേറ്റർ ഹു ഡസ് നോട്ട് ഇന്റർവെയിൻ ഇൻ ദ യൂണിവേഴ്സ്. പ്രപഞ്ചത്തിന്റെ യാതൊരുവിധ അവസ്ഥകളിലും ഇടപെടാത്ത ഒരു ദൈവിക സങ്കല്പത്തെയാണ് ഡീസം. ഓക്കെ, എന്നാൽ തീസോ? തീസ ഇസ് ദ ബിലീഫ് ഇൻ ദ എക്സിസ്റ്റൻസ് ഓഫ് എ ഗോഡ് ഓർ ഗോഡ് സ്പെഷ്യലി ഓഫ് എ ക്രിയേറ്റർ ഹു ഇന്റർവെയിൻസ് ഇൻ ദ യൂണിവേഴ്സ്. പ്രപഞ്ചത്തിന്റെ ഭൗതികമായ എല്ലാ കാര്യങ്ങളിലും സുപ്രീം ആയിട്ട് ഒരു ബീയിങ് ഉണ്ട്. ആ ബീയിങ്ങിനെയാണ് തീസം മുന്നോട്ട് വെക്കുന്നത്. അത് ഒന്നോ ഒന്നിൽ കൂടുതലോ. ആ തീസത്തിലാണ് നമ്മൾ രണ്ടെണ്ണം പറഞ്ഞ്, മോണോ തീസവും പോളിതീസവും. ഓക്കെ, ബിലീവ്സ് ദാറ്റ് ഗോഡ് ഡസ് നോട്ട് ഇന്റർവെയിൻ ഇൻ ദ ഹ്യൂമൻ അഫയേഴ്സ്. മനുഷ്യന്റെ അവസ്ഥകളിലോ മനുഷ്യന്റെ ജീവിതത്തിലൊന്നും ദൈവം ചെയ്യുന്നില്ല, ഇടപെടുന്നില്ല എന്നാണ് തീസം പറയുന്നത്. അതേസമയം തീസം മുന്നോട്ട് വെക്കുന്നത് എന്താ? മനുഷ്യന്റെ എല്ലാ അവസ്ഥകളിലും, മനുഷ്യന്റെ രോഗ സന്തോഷ ദുഃഖങ്ങളിലൊക്കെ ദൈവത്തിന്റെ ഇടപെടലുണ്ട് എന്നാണ് തീസം നമുക്ക് പറഞ്ഞു തരുന്നത്. ക്ലിയർ അല്ലടാ? ഓക്കെ, നെക്സ്റ്റ്, ഡസ് നോട്ട് അക്സെപ്റ്റ് മിറാക്കിൾസ് ഓർ സൂപ്പർ നാച്ചുറൽ റെവലേഷൻസ്. എന്താണ്? ഡീസ് എന്ത് ചെയ്യുന്നില്ല, മിറാക്കിളുകളോ സൂപ്പർ നാച്ചുറൽ റെവലേഷൻസോ അംഗീകരിക്കുന്നില്ല. ഓക്കെ, അതായത് മനുഷ്യന്റെ കഴിവിന് അതീതമായിട്ടുള്ള എന്തെങ്കിലും ഒരു മിറാക്കിളുകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഡീസം അംഗീകരിക്കുന്നില്ല. അതേസമയം തീസം എന്ത് ചെയ്യുന്നുണ്ട്? സൂപ്പർ നാച്ചുറൽ പവറുകളെയും അതുപോലെ മിറാക്കിൾസിനെയും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? അമാനുഷികമായിട്ടുള്ള സംഗതികളൊക്കെ അംഗീകരിക്കുന്നുണ്ട്. ഓഫൺ പ്രാക്ടീസ് ബൈ റിലീജിയസ് പീപ്പിൾ. ഓക്കെ, അപ്പീൽ ടു പീപ്പിൾ ഫ്രം ബോത്ത് എൻഡ് ഓഫ് ദ റിലീജിയസ് സ്പെക്ട്രം. ഓക്കെ, ഇത്ര മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്. ഇനി നമ്മൾ കുറേ ദൈവിക സങ്കല്പങ്ങൾ ഡിസ്കസ് ചെയ്തു. ഈ ദൈവിക സങ്കല്പങ്ങളൊക്കെ കേട്ട സമയത്ത് നമുക്ക് ഏറ്റവും ലോജിക്കലായിട്ട് എടുക്കാൻ പറ്റുന്നത് ഏത് ദൈവിക സങ്കല്പമാണ് എന്ന് നമ്മുടെ മനസ്സ് നമ്മളോട് തേടും അല്ലെ? സ്വാഭാവികമായിട്ട് കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ആ പഠിച്ചതിൽ യാഥാർത്ഥ്യം ഏതാണ് എന്ന് നമ്മുടെ മനസ്സ് നമ്മളോട് ചോദിക്കുമല്ലോ. അപ്പൊ മനുഷ്യന്റെ ഫിത്തറത്ത്, മനുഷ്യന്റെ ഉള്ളിൽ നിന്ന് തന്നെ യഥാർത്ഥത്തിൽ അതിനുള്ള ഉത്തരമുണ്ട് അല്ലെ? മനുഷ്യൻ കുറെ ദൈവിക സങ്കല്പങ്ങൾ കേൾക്കുന്ന സമയത്ത് ആ ദൈവിക സങ്കല്പങ്ങളിൽ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ദൈവിക സങ്കല്പം ഏതാണ്, അതെനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന, എനിക്ക് എടുക്കാൻ പറ്റുന്ന
എനിക്ക് അംഗീകരിക്കാൻ പറ്റുന്ന ദൈവിക സങ്കല്പം ഏതാണ് എന്നുള്ളത് മനുഷ്യന്റെ തേട്ടാണ്, അല്ലെ? മനുഷ്യൻ ഏതിൽ നിന്നും പല കാര്യങ്ങൾ ഉണ്ടാവും. ആ കാര്യങ്ങളിൽ നിന്ന് ഏറ്റവും പെർഫെക്റ്റ് ആയതാണ് നമ്മൾ ചൂസ് ചെയ്യാറുള്ളത്. അങ്ങനെയെങ്കിൽ മോണോതീസം നമ്മൾ പഠിച്ചു, പോളിതീസം പഠിച്ചു, ഡീസത്തെ കുറിച്ച് മനസ്സിലാക്കി. അങ്ങനെയെങ്കിൽ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെയാണ് ദൈവത്തെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഖുർആനിലെ സൂറത്തുൽ ഇഖ്ലാസ് അധ്യായം 112 വളരെ വ്യക്തമായിട്ട് ദൈവത്തെ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. കുൽ, പറയുക നബിയെ, ഹുവല്ലാഹു അഹദ്, പറയുക ദൈവം ഏകനാണ്. ദൈവം എന്താണ്? ഏകനാണ്. ദൈവം ഏകനാണ്. രണ്ടെണ്ണം ഇല്ല. രണ്ടെണ്ണം ഉണ്ടാവുക എന്നുള്ളത് പോസിബിൾ അല്ല. ഒന്നിൽ കൂടുതൽ ഉണ്ടായാൽ കുറെ കോൺഫ്ലിക്ട്സ് വരും. അതുകൊണ്ട് ദൈവം ഏകനാണ്. ഏതുപോലെ നിങ്ങൾ നോക്ക്, ഒരു കാർ ഉണ്ട്, 2 സ്റ്റെയറിംഗ് ഉണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഒരാള് റൈറ്റിലേക്ക് ടേൺ ചെയ്യണമെന്ന് വിചാരിച്ചു, മറ്റാൾ ലെഫ്റ്റിലേക്ക് ടേൺ ചെയ്യണമെന്ന് വിചാരിച്ചു. കാർ എന്ത് ചെയ്യും? തിരിയാൻ തുടങ്ങും. അതിന്റെ ഉള്ളിലുള്ളവരോ നട്ടം തിരിയും. എന്നാ നോക്കിയാ നമ്മൾ ഇതുവരെ നട്ടം തിരിഞ്ഞാണോ? ഇല്ലല്ലോ. അപ്പൊ എന്താ എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്? സൃഷ്ടാവ് ഏകനാണ്, ദൈവം ഏകനാണ്. ഒമ്നി പൊട്ടന്റ് ആയിട്ടുള്ള, ഒമ്നി ബെലവന്റ് ആയിട്ടുള്ള ദൈവം, ആ ദൈവം ഏകനാണ്. ഈസ് വൺ, ഒൺലി വൺ. ഓക്കെ, അള്ളാഹു സമദ്, അള്ളാഹു ഏവർക്കും ആശ്രയമായിട്ടുള്ളവനാകുന്നു. ദൈവം ഒന്നിനെയും ആശ്രയിക്കുന്നില്ല. ദൈവത്തിന് യാത്ര ചെയ്യാൻ വാഹനങ്ങളുടെ ആവശ്യമില്ല. ദൈവത്തിന് ഭക്ഷണമോ അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള അവസ്ഥകളോ ഇല്ല. മനുഷ്യനെ പോലെയല്ല ദൈവം. അള്ളാഹു സമദ്, അവൻ ആശ്രയമില്ലാത്തവനാണ്, അല്ലെ? ഒന്നിനെയും ആശ്രയിക്കാത്തവനാണ് ദൈവം. മറ്റൊന്നിനെയും ആശ്രയിക്കേണ്ടതില്ല. എന്നാൽ എല്ലാം ദൈവത്തെ ആശ്രയിക്കുന്നു. എല്ലാവരും ദൈവത്തെ ആശ്രയിക്കുന്നു. ക്ലിയർ അല്ലേ? അതുപോലെ തന്നെ ലം യലിദ് വലം യൂലദ്, അവനാർക്കും ജന്മം നൽകിയിട്ടില്ല, ആരുടെയും സന്തതിയായി ജനിച്ചിട്ടില്ല. പിതാവുമല്ല പുത്രനുമല്ല ദൈവം. ദൈവം മനുഷ്യന്റെ അവസ്ഥകളിലേക്ക് തരം താഴ്ന്ന ഒന്നല്ല. മനുഷ്യൻ എന്ന് പറയുന്ന അവസ്ഥയിൽ നിന്നൊക്കെ എത്രയോ ഉന്നതനായ ഒന്നാണ് ദൈവം. അവന് പിതാവാൻ സാധ്യമല്ല. മകനായി ജനിക്കുക എന്നുള്ളതും അവസ്ഥകളിലൂടെ കടന്നു പോവുക എന്നുള്ളതും സാധ്യമല്ലാത്ത ഒന്നാണ്. അങ്ങനെയുള്ള ഒന്നിനെ നമുക്ക് ദൈവമെന്ന് അഭിസംബോധനം ചെയ്യാൻ പറ്റുകയുമില്ല. വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അവന് തുല്യനായി ആരുമില്ല. ദൈവത്തിനോട് നമുക്ക് ചേർത്ത് വെക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമ്മൾ എക്സാമ്പിൾ പറഞ്ഞു വെക്കാൻ പറ്റുന്ന ഒരു എക്സാമ്പിളുകളുമില്ല. അതിന് തുല്യനായി, ദൈവത്തിന് തുല്യനായി, അവന് തുല്യനായി ആരും ഇല്ല എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു 4 ഡെഫിനിഷൻ അംഗീകരിക്കുന്ന ഒരു വസ്തുവിനെ നമുക്ക് ശരിക്ക്, അല്ലെങ്കിൽ ഒരു ശക്തിയെ നമുക്ക് എന്ത് പറയാം? ദൈവമെന്ന് നമുക്ക് പറയാൻ പറ്റും, അല്ലേ? അതുപോലെ തന്നെ ഖുർആനിൽ സൂറ അംബിയയിലെ 22-ാമത്തെ വചനത്തിൽ വളരെ വ്യക്തമായി അള്ളാഹു പറയുന്നുണ്ട്, ലൗ കാന ഫീഹ ആലിഹത്തുൻ ഇല്ലല്ലാഹ് ലഫസദത ഫസുബ്ഹാനല്ലാഹി റബ്ബിൽ അർശി അമ്മാ യസിഫൂൻ. ആകാശഭൂമികളിലെ അള്ളാഹു അല്ലാത്ത വല്ല ദൈവങ്ങളും ഉണ്ടായിരുന്നുവെങ്കിൽ അത് രണ്ടും തകരാറിലാകുമായിരുന്നു. അപ്പോൾ സിംഹാസനത്തിന്റെ നാഥനായ അള്ളാഹു അവർ പറഞ്ഞുണ്ടാക്കുന്നതിൽ നിന്നെല്ലാം എത്ര പരിശുദ്ധനാകുന്നു, അല്ലെ? എത്ര ക്ലിയർ ആണ് ആ ഒരു കൺസെപ്റ്റ്. ദൈവം എന്ന് പറയുന്നത് ഒന്നിൽ കൂടുതൽ ഉണ്ടാവുകയില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഒന്നിൽ കൂടുതൽ ഉണ്ടായിരുന്നുവെങ്കിൽ ലഫസദത്ത, അതൊക്കെ നശിച്ച് തരിപ്പണായി പോകുമായിരുന്നു എന്നുള്ളതാണ് ഖുർആൻ മുന്നോട്ട് വെക്കുന്നത്. വളരെ ലോജിക്കൽ ആയിട്ടുള്ള ഒരു ആർഗ്യുമെന്റും കൂടെയാണ് ഖുർആൻ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഒരു പവർഫുൾ ആയിട്ടുള്ള ലോജിക്കൽ ആർഗ്യുമെന്റ് ആണ്. ആ ആർഗ്യുമെന്റ് ഫ്രം ഓർഡർ ഓർ യൂണിറ്റി ഓഫ് കൺട്രോൾ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. അപ്പോ ഈ ഒരു ആർഗ്യുമെന്റ്, ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ആർഗ്യുമെന്റ് എന്താ? ഇഫ് ദർ വർ മൾട്ടിപ്പിൾ ഗോഡ്സ് ഈച്ച് വുഡ് ഹാവ് ഇൻഡിപെൻഡന്റ് വിൽ, അബ്സല്യൂട്ട് പവർ. ഒന്നിൽ കൂടുതൽ ദൈവം അല്ലെങ്കിൽ ദൈവങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഓരോ ദൈവത്തിനും ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള വില്ലുകൾ ഉണ്ടാകും, സ്വതന്ത്രമായിട്ടുള്ള അവരുടെ ഇച്ഛകൾ ഉണ്ടാകും. അതുപോലെ തന്നെ എല്ലാ ദൈവവും അബ്സല്യൂട്ട് പവർ ഉള്ളവരായി മാറും. അങ്ങനെ വരുമ്പോൾ അവിടെ ഒരു കോൺഫ്ലിക്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്? അറൈസ് ചെയ്യുന്നുണ്ട്. വൺ ഗോഡ് വൺ സംതിങ്, അനദർ വൺസ് ദ ഓപ്പോസിറ്റ്. ഒരു ദൈവത്തിന് മഴ പെയ്യണം എന്നാണ് ആഗ്രഹമെങ്കിൽ രണ്ട് ദൈവത്തിനും ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള വില്ലുള്ളത് കൊണ്ട് ഒരു ദൈവം മഴ പെയ്യണം എന്ന് ആഗ്രഹിച്ചു, മറ്റേ ദൈവം എന്ത് ചെയ്യുന്നു? മഴ പെയ്യണ്ട എന്ന് ആഗ്രഹിക്കുന്നു. അപ്പൊ അവിടെ ഒരു കോൺഫ്ലിക്റ്റ് അറൈസ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്താണ് റിസൾട്ട് ഉണ്ടാവുക?
കോൺട്രഡിക്ഷൻസ് ആണ്. അതുപോലെ തന്നെ കൊളാപ്സ് ഉണ്ടാവും, ഡിസോർഡർ ഉണ്ടാവും അല്ലെ? ആ ഡിസോർഡറും കൊളാപ്സും കോൺട്രഡിക്ഷനും ഒക്കെ പിന്നെ അവിടെ ഈ ലോകത്ത് ഉണ്ടാവണമായിരുന്നു. പക്ഷെ നമ്മൾ എന്താ കാണുന്നത്? ദ യൂണിവേഴ്സ് ഈസ് ഹൈലി ഓർഡേർഡ് ആൻഡ് കൺസിസ്റ്റന്റ്. ഫിസിക്സിന്റെ എല്ലാ ലോസും വെച്ച് നമ്മൾ നോക്കുന്ന സമയത്ത് അത് ഗ്രാവിറ്റി ആവട്ടെ, പിന്നെ ഫണ്ടമെന്റൽ ഫോഴ്സുകളാവട്ടെ, തുടങ്ങിയിട്ടുള്ള ഫിസിക്സിന്റെ എല്ലാ ലോകളും നമ്മൾ വെച്ച് നോക്കുമ്പോൾ ഇലക്ട്രോൺസിന്റെ അട്രാക്ഷൻ ആയിട്ടുള്ള കുളംസ് ലോ ആവട്ടെ, തുടങ്ങിയിട്ടുള്ള എല്ലാ ലോസും നമ്മൾ പഠിച്ചു നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ കഴിയും, അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന ഈ ഒരു ചുറ്റുപാടിലേക്ക്, ഈ ഒരു യൂണിവേഴ്സിലേക്ക് കണ്ണോടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും, ഈ യൂണിവേഴ്സ് ഹൈലി ഓർഡർ ആണ്, കൺസിസ്റ്റന്റ് ആണ് അല്ലെ, സ്റ്റേബിൾ ആണ്. സോ കൊളാപ്സോ കോൺട്രഡിക്ഷനോ ഡിസോർഡറുകളോ ഈ ലോകത്തില്ല. അതുകൊണ്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും there must be only one ultimate controller. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ഭൂമിക്ക് ഏകനായ ഒറ്റ ഒരു കൺട്രോളർ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. ഉണ്ടെങ്കിൽ മാത്രമേ അതെന്ത് ചെയ്യുള്ളൂ, കൺസിസ്റ്റന്റും ഓർഡറുമായിട്ട് മുന്നോട്ട് പോവുള്ളൂ. അല്ലെങ്കിൽ ഇത് കൊളാപ്സ് ചെയ്യുമായിരുന്നു എന്ന് നമുക്ക് പിന്നെ ഈ ഒരു ലോജിക്കൽ ആർഗ്യുമെന്റ് വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോ ഫിലോസഫിക്കലി നമുക്ക് ബോധ്യപ്പെടുന്നത് ദൈവം ഏകനാണ് എന്നുള്ളതാണ്. ആ രൂപത്തിൽ ദൈവത്തെ മനസ്സിലാക്കുക, പിന്നെ ദൈവത്തെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ പിന്നെ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക, പിന്നെ അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിർ ദവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.